വിയർപ്പ്, നോമ്പ് കൊണ്ട് വിയർപ്പ് നന്നായിട്ട് ശുദ്ധിയാവും. വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് വിയർക്കും. ആമാശയം കാലിയായാൽ വിയർപ്പ് കൂടുതലുണ്ടാവും. ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് മോശമായ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നോൽക്ക് തന്നെ. കാരണം ഇപ്പോൾ ഏതായാലും വിയർപ്പൊക്കെ ഒന്നാണ് പോയി. അങ്ങനെയോട് ചിന്തിക്കാനും പറ്റില്ല. കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോൽമ്പ് വെച്ചിട്ട് പഠിച്ചോലത്തേക്ക് എന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിപ്പോൾ നോൽമ്പ് പത്രത്തിലൊക്കെ കാണാം, അങ്ങനെ റമദാൻ മാസം ആയാലും ഗോപാലിന് നോമ്പാണ്, രാമ്പന് നോമ്പാണ് എന്നുകൊണ്ട് കുറേ നോമ്പുകൾ കാണും. അതൊക്കെ നൊയമ്പാകുന്നു. നോമ്പിന് നിയ്യത്ത് ഷർത്താണ്, നിയ്യത്തിന് ഈമാൻ ഷർത്താണ്. നോമ്പിന് എന്ത് ഷർത്തുണ്ട്? നിയ്യത്ത് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറളാണ്, നിബന്ധനയാണ്. നിയ്യത്ത് ആരിൽ നിന്നേ സഹിയാവുള്ളൂ? മുഅ്മിനായ മനുഷ്യരിൽ നിന്ന് മാത്രമേ നിയ്യത്ത് സഹിയാവുള്ളൂ. അപ്പോൾ ഓൽക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. നോമ്പെടുക്കാൻ ഞമ്മക്കേ കഴിയുള്ളൂ. നിയ്യത്ത് നിബന്ധനയാണ്. നിയ്യത്ത് തെറ്റരുത്. ഇപ്പോൾ ഒരു മോലിയർ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വയത് അറിയണമെന്ന് വിചാരിക്കുക. നോമ്പും ആരോഗ്യശാസ്ത്രവും എന്നാണ് വിഷയം. വേറൊരു മോലിയർ അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ വാതിലും എന്നാണ് വയത് പറഞ്ഞതെന്ന് കരുതുക. എന്നാൽ നമ്മളെന്ത് വിചാരിക്കും? ആ നോമ്പും ആരോഗ്യം ഭരണ വയതിനൊന്ന് പോവുക, അതാണ് ഇപ്പോൾ കേൾക്കേണ്ടത് എന്നാണ്. ആഖിറത്തിൻ്റെ കാര്യമൊക്കെ ദുന്യാവിന് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഉഷാറാവും നമ്മൾ. നിസ്കാരം യോഗയാക്കുക. യോഗക്കൊക്കെ പോലെ തുടങ്ങിയതിൻ്റെ ശേഷം അപ്പോൾ നിസ്കാരത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നിസ്കാരം യോഗയാക്കുക. നോമ്പിനെ നമ്മൾ പിന്നെ വേറെന്തൊക്കെയാക്കി മാറ്റുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് നിയ്യത്ത് തെറ്റരുത്. സംഗതി ഇതുകൊണ്ട് ഉണ്ടാവും. സംഗതി നോമ്പുകൊണ്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ധാരാളമായി പുറത്തേക്ക് പോകുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വൈകുന്നേരമാകുമ്പോൾ. അതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തേച്ചരച്ചിട്ട് കുളിക്കൽ നല്ലതാണ്. പള്ള ബൂന്നാക്കിയിട്ടല്ല കേട്ടോ. അത്യാവശ്യം ചെറിയ നോമ്പ് തുറ എന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. പള്ളക്കൂടി ഇങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം കുളിക്കാനൊന്നും പറ്റില്ല. നോമ്പ് തുറ എന്ന കർമ്മം നടത്തിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊഴിച്ച് തേച്ചൊരച്ച് കുളിച്ചതിന് ശേഷം ശരീരം വൃത്തിയാവണം, വസ്ത്രം വൃത്തിയാവണം. നമ്മളെപ്പോഴും വൃത്തിയുള്ള ആളുകളായി മാറണം. അപ്പോൾ ശരീരത്തിൻ്റെ വൃത്തി നോമ്പുമായി വളരെ ബന്ധമുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ശാരീരികമായ വൃത്തിയാണ്. രണ്ടാമത്തേത് അവയവങ്ങൾ തെറ്റിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. അതാണ് രണ്ടാമത്തെ ശുദ്ധി എന്ന് പറഞ്ഞത്. ശരീരത്തിൻ്റെ അഅ്ളാഉകൾ മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധിയായിരിക്കലാണ് രണ്ടാമത്തത്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നോട്ട എടുക്കലും പോയാൽ ഞാനും എടുക്കും. ഒരു യാനബിയൊക്കെ ചെല്ലുക എല്ലാവരും. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും, അശ്റഖൽ ബദ്റു അലൈനാ واختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم, يا رسول سلام عليكم, يا حبيب سلام عليكم, صلوات الله عليكم. രണ്ടാമത്തത് അഅ്ളാഉകൾ, ജവാരിഹുകൾ, അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. മോശപ്പെട്ട സാധനം കാണാതിരിക്കുക, മോശപ്പെട്ടത് കേൾക്കാതിരിക്കുക, മോശപ്പെട്ടതിലേക്ക് പോകാതിരിക്കുക. ഗീബത്ത് പറയാൻ പാടില്ല. ഗീബത്ത് കേൾക്കാൻ പാടുണ്ടോ? ആവില്ല. ഗീബത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ്.
എന്നാൽ ആരെങ്കിലും ഒരാൾ ഗീബത്ത് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചിരിച്ചാണ് നിന്ന് കേൾക്കാൻ പാടുണ്ടോ? ആവും പാടില്ല, അവിടെ തന്നെ പോകുക വേണ്ടേ. നുണ പറയാൻ പാടില്ല, എന്നാൽ നുണ കേൾക്കാൻ പാടുണ്ടോ? ഇല്ല. അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലും ശരി, നുണ പറയാനും പാടില്ല, നുണ പറഞ്ഞ കേൾക്കാനും പാടില്ല. പറയാൻ പാടില്ലാത്തൊരു കാര്യം കേൾക്കാൻ പാടില്ല. ചീത്ത പറയാൻ പാടില്ല, അപ്പം ചീത്ത കേൾക്കാനും പാടില്ല. ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ ഹബീബുനാ റസൂലുള്ളാഹി. ലൈസൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യനല്ല, ബിത്ത്ആനി, കുത്തുവാക്കുകൾ പറയുകയില്ല, വേറെ മനുഷ്യന്മാരെ മേത്തുകൊള്ളുന്ന വർത്താനം പറയില്ല. വലൽ ലആനി, ശപിക്കുകയുമില്ല, പണ്ടാറക്കാലം ചത്തുപോട്ടേന്ന് മൂമിയും പറയില്ല, ശപിക്കുകയില്ല. വലൽ ഫാഹിഷി വലൽ ബദീ, മോശമായ കാര്യം പ്രവർത്തിക്കുകയോ മോശമായത് പറയുകയോ ഇല്ല. മുഅ്മിനായ മനുഷ്യൻ അരക്കെന്ന് കീഴ്പ്പെട്ടുള്ള വർത്താനം പറയില്ല. ഒരു മുഅ്മിൻ പറയണ വർത്താനമല്ല അത്. അപ്പോൾ പറയാൻ പാടില്ല. എന്നാൽ വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കാൻ പാടുണ്ടോ? കേൾക്കാനും പാടില്ല. പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാൻ പാടില്ല. ഇതന്നെ അൽ ഐനാനി സിനാഹുമാ അന്നദറു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസമാണല്ലോ. റമളാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരിച്ചു കളയുന്ന മാസം എന്നാണ്. അതൊരു ശുദ്ധിയാക്കലാണ്, കരിക്കൽ, റേഡിയേഷൻ. കരിക്കണതിൻ്റെ പേരാണ് റേഡിയേഷൻ. റേഡിയേഷൻ ചെയ്യുമല്ലേ നമ്മൾ. ക്യാൻസർ ഉണ്ടായാൽ എല്ലാ ചികിത്സയും പരാജയപ്പെട്ടാൽ അവസാനം ചെയ്യുന്നതാണ് റേഡിയേഷൻ. ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുക. റമളാൻ റേഡിയേഷൻ്റെ മാസം, കരിക്കണ മാസം. എന്തിനെ കരിക്കണത്? പാപങ്ങളെ കരിക്കണമെങ്കിൽ കരിക്കാൻ മാത്രം ആദ്യം നമ്മളടുത്ത് ഉണ്ട് എന്ന് തോന്നണ്ടേ. നമ്മളിപ്പോൾ ആരെങ്കിലും കൊന്നിക്കണോ? നമ്മളാരെങ്കിലും കൊന്നോ? നമ്മൾ വ്യഭിചരിച്ചോ? നമ്മൾ കള്ളുടിച്ചോ? നമ്മളെന്തെങ്കിലും ചെയ്തിക്കണോ? ഇല്ലല്ല. പിന്നെ ഇപ്പം എന്താ കരിക്കാൻ മാത്രമേ ഉള്ളതെന്നാണ് നമുക്ക് തോന്നുക. തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് ഗഫലത്താണ്, അശ്രദ്ധയാകുന്നു എന്നാണ്. വാപ്പ കൂടെ ഉണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക, കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ചോരുമ്മേ. വാപ്പ ഒപ്പുണ്ടെങ്കിൽ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല, സിനിമ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല. എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല. മൂപ്പര് പെരയിലാണെങ്കിൽ നോക്കാതിരിക്കില്ല. വാപ്പ നല്ല സ്ട്രോങ് വാപ്പയാണ്, പക്ഷെ മൂപ്പര് എവിടെയുള്ളത്? പെരയിലാണ്. വാപ്പ എന്ത് വേണം? കൂടെയുണ്ടാവണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അള്ളാഹു കൂടെയുണ്ട് എന്ന വിഷയത്തിൻ്റെ തൊട്ടുള്ള അശ്രദ്ധയാകുന്നു എന്നാണ്. അള്ളാഹു കൂടെ ഉണ്ട്.